എം.എ. യൂസഫ് അലി ലോകരാജ്യങ്ങളിൽ മലയാളികളുടെ മുഖം. വിശേഷണങ്ങൾ ആവശ്യമില്ല ശതകോടീശ്വരനും വ്യവസായിയുമായ യൂസഫ് അലിക്ക്. മലയാളിയായ ഏറ്റവും വലിയ സമ്പന്നനാണ് യൂസഫ് അലി. ഇദ്ദേഹം എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ധനികനായി? എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണിത്. യൂസഫ് അലിയുടെ ജീവിതകഥ എങ്ങനെയാണെന്ന് നോക്കാം. 1955 നവംബർ 15 തൃശൂർ നാട്ടികയിലാണ് യൂസഫ് അലിയുടെ ജനനം. ഏകദേശം 16-17 വയസ്സുള്ളപ്പോൾ യൂസഫ് അലി കേരളം വിട്ട ഗുജറാത്തിലേക്ക് പോയി. പലചരക്ക് കട നടത്തിപ്പിൽ പിതാവിനെ സഹായിക്കാനായിരുന്നു ഇത്. അച്ഛനെ സഹായിക്കുന്നതിനോടൊപ്പം പഠനവും പൂർത്തിയാക്കി. ബിസിനസ് മാനേജ്മെന്റിൽ ഡിപ്ലോമയുണ്ട് യൂസഫ് അലിക്ക്. UAE എന്ന രാജ്യം രൂപവൽക്കരിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഒരു പുതുവർഷ തലേന്നാണ് തൃശൂർ നാട്ടികയിലെ മുസലിയം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി ദുബായിലെ റാഷിദ് തുറമുഖത്ത് കപ്പലിറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1973 ഡിസംബർ 31. പിതൃസഹോദരൻ MK അബ്ദുള്ളയ്ക്ക് അബുദാബിയിൽ വ്യവസായികൾക്കിടയിൽ ഇതിനകം തന്നെ തിരിച്ചറിയാവുന്ന പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു. ലുലു ഗ്രൂപ്പിന്റെ അടിസ്ഥാനം പ്രധാനമായും ഇറക്കുമതി മൊത്തവ്യാപാര ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന MK അബ്ദുള്ളയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്. 90കളുടെ തുടക്കത്തിൽ UAEയിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖല ആരംഭിച്ചത് അദ്ദേഹമാണ്. 90കളുടെ മധ്യത്തിൽ യൂസഫ് അലി ബിസിനസ്സിലേക്ക് ചുവടുവെക്കുകയും ബിസിനസ് മോഡലും റവന്യൂ എഞ്ചിനും വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് കൂടുതൽ ശക്തമായി ഇടപെടുകയും ചെയ്തു. അങ്ങനെ യൂസഫ് അലിക്ക് ഒരു ഉറച്ച അടിത്തറ ഉണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നല്ല യൂസഫ് അലി തുടങ്ങിയത്. ഇതോടൊപ്പം എങ്ങനെ ബിസിനസ് നെറ്റ്വർക്ക് ഉപയോഗിക്കാം, എങ്ങനെ കൂടെ നിൽക്കുന്നവരുടെ വിജയം ഉറപ്പിക്കാം, എത്ര വലിയ ഉയരത്തിൽ നിന്നാലും സാധാരണക്കാരനെ പോലെ എങ്ങനെ പെരുമാറാം, ഇതിലൊക്കെ ഉപരി തനിക്കെതിരെ നിൽക്കുന്നവരെ പോലും അവരറിയാതെ എങ്ങനെ ആകർഷിക്കാം എന്നതൊക്കെ യൂസഫ് അലിയുടെ വിജയത്തിൽ നിർണായകമായി. ആകർഷണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഓരോരുത്തരെയും അവർക്ക് വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് അസാധാരണമായ കഴിവുണ്ട്. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം നോക്കാം. സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒരു നാട്ടുകാരൻ യൂസഫ് അലി വീട്ടിലുള്ളപ്പോൾ മകളുടെ കല്യാണം വിളിക്കാൻ പോയി. 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ബാല്യകാല സുഹൃത്തിന്റെ കയ്യിലുള്ള പഴകിപ്പൊളിഞ്ഞ മൊബൈൽ ഫോൺ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം കൈപൊക്കിയൊന്ന് കൊട്ടി. ഒരു അസിസ്റ്റന്റ് അപ്പോൾ തന്നെ ഓടി വന്ന് പുത്തൻ ഐഫോൺ യൂസഫ് അലിയുടെ കൈകളിൽ കൊടുക്കുകയും അദ്ദേഹം ഈ ബാല്യകാല സുഹൃത്തിന് സ്നേഹപൂർവ്വം നിർബന്ധിച്ച് കൈമാറുകയും ചെയ്തു. M.A. യൂസഫ് അലിയുടെ ചാരിറ്റബിൾ മനോഭാവമല്ല ഇത്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും കൂടിയാണ് വ്യക്തമാകുന്നത്. 2023 ഫോബ്സ് പട്ടിക അനുസരിച്ച് $6.9 ബില്യൺ ആസ്തിയുള്ള M.A. യൂസഫ് അലി ഇന്ത്യക്കാരനായ ധനികരിൽ 27ാം സ്ഥാനത്തുണ്ട്. 43 രാജ്യങ്ങളിൽ നിന്നുള്ള 65,000-ൽ പരം പേർക്ക് തൊഴിൽ നൽകുന്ന മനുഷ്യൻ എന്ന നിലയിൽ അത്രയോ അതിലേറെയോ കുടുംബങ്ങളുടെ നാഥൻ കൂടിയായി മാറുന്നു ഈ നാട്ടികക്കാരൻ. അതിനൊപ്പം തന്നെ നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ രക്ഷാധികാരി കൂടിയാണ് യൂസഫ് അലി. അതിലാകട്ടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വിഷയമാകാറുമില്ല. എല്ലാവർക്കും പൊതു സ്വീകാര്യനാകുന്ന തണൽമരമാണ് എത്രയോ വർഷമായി യൂസഫ് അലി എന്ന ബിസിനസ് നായകൻ.